ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദൈവകൃപയാൽ നമ്മുടെ ബൈബിൾ ക്വിസ് കഴിഞ്ഞ ദിവസം തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. പുതിയ നിയമത്തിൽ നിന്നുള്ള ബൈബിൾ ക്വിസ് വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം ഈ ബൈബിൾ ക്വിസ് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പല പ്രിയപ്പെട്ടവരും ഇപ്പോഴും ഓരോ ചോദ്യത്തിന് ഉത്തരം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉത്തരം അയക്കരുത്. ദയവ് ചെയ്ത് എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് തന്നെ ഉത്തരം അയക്കുക. നിങ്ങൾക്ക് ഉത്തരം അയക്കുവാൻ അറിയില്ല എങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡെമോ കാണിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് ഉത്തരം അയക്കേണ്ടതെന്ന്. അത് ഒരു പ്രാവശ്യം കൂടെ നോക്കി നിങ്ങളൊന്ന് ഉത്തരം അയക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ഉത്തരം നോക്കുന്നതിന് മുൻപ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ചോദ്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ ആദ്യത്തെ 3 ചോദ്യം ഓപ്ഷനോട് കൂടിയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ ഗന്നസരത്ത് ദേശത്ത് വെച്ച്, ഓപ്ഷൻ ബി മഗധ ദേശത്ത് വെച്ച്, ഓപ്ഷൻ സി ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് വെച്ച്, ഓപ്ഷൻ ഡി കഫർണഭൂമിൽ വെച്ച്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ ഗന്നസരത്ത് ദേശത്ത് വെച്ച്, ഓപ്ഷൻ ബി മഗധ ദേശത്ത് വെച്ച്, ഓപ്ഷൻ സി ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് വെച്ച്, ഓപ്ഷൻ ഡി കഫർണഭൂമിൽ വെച്ച്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: യേശു രൂപാന്തരപ്പെട്ടപ്പോൾ പർവ്വതത്തിൽ യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടവർ ആരെല്ലാമാണ്? ഓപ്ഷൻ എ അബ്രഹാമും ഇസഹാക്കും, ഓപ്ഷൻ ബി ദാവീദും ശലോമോനും, ഓപ്ഷൻ സി മോശയും ഏലിയാവും, ഓപ്ഷൻ ഡി നോഹയും ഹാനോക്കും. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യേശു രൂപാന്തരപ്പെട്ടപ്പോൾ പർവ്വതത്തിൽ യേശുവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടവർ ആരെല്ലാമാണ്? ഓപ്ഷൻ എ അബ്രഹാമും ഇസഹാക്കും, ഓപ്ഷൻ ബി ദാവീദും ശലോമോനും, ഓപ്ഷൻ സി മോശയും ഏലിയാവും, ഓപ്ഷൻ ഡി നോഹയും ഹാനോക്കും. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പത്രോസ് വെള്ളത്തിൽ നടക്കുമ്പോൾ മുങ്ങിപ്പോകാൻ കാരണം എന്താണ്? ഓപ്ഷൻ എ വിശ്വാസമില്ലായ്മ, ഓപ്ഷൻ ബി ദൈവത്തെ സംശയിക്കൽ, ഓപ്ഷൻ സി ശ്രദ്ധ യേശുവിൽ നിന്ന് മാറിയതുകൊണ്ട്, ഓപ്ഷൻ ഡി കാറ്റ് കണ്ട് പേടിച്ചതുകൊണ്ട്. ചോദ്യം ഒരിക്കൽ കൂടി: പത്രോസ് വെള്ളത്തിൽ നടക്കുമ്പോൾ മുങ്ങിപ്പോകാൻ കാരണം എന്താണ്? ഓപ്ഷൻ എ വിശ്വാസമില്ലായ്മ, ഓപ്ഷൻ ബി ദൈവത്തെ സംശയിക്കൽ, ഓപ്ഷൻ സി ശ്രദ്ധ യേശുവിൽ നിന്ന് മാറിയതുകൊണ്ട്, ഓപ്ഷൻ ഡി കാറ്റ് കണ്ട് പേടിച്ചതുകൊണ്ട്. നാലാമത്തെ ചോദ്യം ഇതാണ്: വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നത് ആരാണ്? നാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി: വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നത് ആരാണ്? അഞ്ചാമത്തെ ചോദ്യം: വിതക്കാരൻ്റെ ഉപമയിൽ നല്ല നിലം സൂചിപ്പിക്കുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. വിതക്കാരൻ്റെ ഉപമയിൽ നല്ല നിലം സൂചിപ്പിക്കുന്നത് എന്താണ്? ആറാമത്തെ ചോദ്യം ഇതാണ്: യേശു കഷ്ടം എന്ന് ശാസിച്ച നഗരങ്ങളിൽ ഉണ്ടായിരുന്ന കുറ്റം എന്താണ്? ആറാമത്തെ ചോദ്യം: യേശു കഷ്ടമെന്ന് ശാസിച്ച നഗരങ്ങളിൽ ഉണ്ടായിരുന്ന കുറ്റം എന്താണ്? ഏഴാമത്തെ ചോദ്യം: ശിഷ്യന്മാർക്ക് ഭൂതത്തെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഏഴാമത്തെ ചോദ്യം: ശിഷ്യന്മാർക്ക് ഭൂതത്തെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? എട്ടാമത്തെ ചോദ്യം: ജനനം കൊണ്ട് ഏറ്റവും വലിയവൻ ആരാണ്? സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? എട്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ജനനം കൊണ്ട് ഏറ്റവും വലിയവൻ ആരാണ്? സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? ഒൻപതാമത്തെ ചോദ്യം: പൂർവികർ ചെയ്തത് യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്യാതെയിരുന്നു, അത് എന്താണ്?
9ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി, പൂർവികർ ചെയ്തത് യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്യാതെയിരുന്നു, അത് എന്താണ്? 10ാമത്തെ ചോദ്യം ഇതാണ്, യേശുവിൻ്റെ അത്ഭുതത്തിൽ എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം എത്ര വട്ടി നിറച്ചെടുത്തു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, യേശുവിൻ്റെ അത്ഭുതത്തിൽ എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം എത്ര വട്ടി നിറച്ചെടുത്തു? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. വളരെ വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരെയും ദിവസം സഹായിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ മത്തായിയുടെ സുവിശേഷം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, മത്തായി സുവിശേഷത്തിൽ ആദ്യ ശിഷ്യർ ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? ഉത്തരം ഇതാണ്. ഓപ്ഷൻ സി, മത്സ്യബന്ധനം. 4:18, 22 വാക്യങ്ങൾ. അല്ല, രണ്ടാമത്തെ ചോദ്യം പറയുന്നതിന് മുൻപ് എല്ലാവരോടും ദൈവനാമത്തിലുള്ള ക്ഷമയെ ചോദിക്കുകയാണ്. കാര്യം, അതിൻ്റെ ഓപ്ഷൻ തന്നപ്പോൾ ഒരു ചെറിയ തെറ്റ് പറ്റിയിരുന്നു. എങ്കിലും പല പ്രിയപ്പെട്ടവരും വന്ന് അത് തിരുത്തി തരുവാനായിട്ട് സഹായിച്ചു. നമ്മുടെ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്ന പല പ്രിയപ്പെട്ടവരും ചോദ്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. തിരുത്തി തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, കടലിലെ കാറ്റ് ശാന്തമായപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ബാക്കി 3 ഉത്തരവും തെറ്റാണ്. ഓപ്ഷൻ സിയിൽ തന്നത് ഇവൻ ആരാകുന്നു എന്നുള്ളതാണ്. എന്നാൽ മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവൻ എങ്ങനെയുള്ളവൻ എന്നാണ്. 8:27. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് ഏത് പ്രവചനത്തിൽ നിന്നുള്ള വാക്കുകൾ ഉദ്ധരിച്ചാണ് യേശു പറഞ്ഞത്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി, ഹോശേയ 6:6. നാലാമത്തെ ചോദ്യം, യോസഫ് സ്വപ്നത്തിൽ ദൂതനെ കണ്ടത് എത്ര പ്രാവശ്യമാണ്? ഉത്തരം ഇതാണ്. 3 പ്രാവശ്യം. 1:20, 2:13, 2:19. അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 19-ന് ശേഷമുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അരുളപ്പാടുണ്ടായി എന്ന് മാത്രമേ അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. ദൂതനെ കണ്ടതായിട്ട് ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് 4 ഉത്തരം എഴുതിയത് തെറ്റാണ്. 3 ഉത്തരമാണ് ശരിയായിട്ട് വരുന്നത്. 5ാമത്തെ ചോദ്യം ഇതായിരുന്നു, യേശു ആദ്യം സൗഖ്യമാക്കിയത് ആരെയാണ്? ഉത്തരം ഇതാണ്. 4:23 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കിയെന്ന്. അപ്പോൾ തന്നെ ആരെയാണ് എന്ന് ചോദിച്ചതുകൊണ്ട് പല പ്രിയപ്പെട്ടവരും കുഷ്ഠരോഗി എന്ന് എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 8:2, 3 വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്. അപ്പോൾ ഈ 2 ഉത്തരങ്ങൾ എഴുതിയതും ഏകദേശം ശരിയാണ്. 2 ഉത്തരം എഴുതിയവർക്കും മാർക്കുണ്ടായിരിക്കും. 6ാമത്തെ ചോദ്യം ഇതാണ്, ഒരുവന്റെ വിശ്വാസത്തെ കണ്ടിട്ട് യേശു പറഞ്ഞ പ്രവചനം എന്താണ്? ഉത്തരം ഇതാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും. മത്തായി 8:11. ഇസ്രയേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞുപോയ സംഭവമാണ്, അതൊരു പ്രവചനമല്ല. ആ ഉത്തരവും പല പ്രിയപ്പെട്ടവരും എഴുതിയിട്ടുണ്ട്. ആ ഉത്തരം എഴുതിയത് ശരിയല്ല. അതുകൊണ്ടാണ് അതിന് മാർക്ക് ലഭിക്കുകയില്ല. 7ാമത്തെ ചോദ്യം ഇതായിരുന്നു, യേശു മത്തായിയെ വിളിച്ചതിന് ശേഷം പരീശന്മാർ ചോദിച്ച ആദ്യ ചോദ്യം എന്താണ്? ഉത്തരം ഇതാണ്. മത്തായി 9:11. ഇവൻ പാപികളോടൊപ്പം ഭക്ഷിക്കുന്നത് എന്ത്? 8ാമത്തെ ചോദ്യം ഇതാണ്, ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർ കയ്യിൽ പിടിക്കരുതെന്ന് പറഞ്ഞത് എന്താണ്? അതൊരു കൺഫ്യൂഷൻ ചോദ്യമായിരുന്നു. കയ്യിൽ പിടിക്കരുതെന്ന് പറഞ്ഞത് അവിടെ ഒരു വസ്തുവേ പറഞ്ഞിട്ടുള്ളൂ, വടിയാണ്. അതാണ് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ പല പ്രിയപ്പെട്ടവരും മറ്റ് പല ഉത്തരങ്ങൾ, അതായത് അവിടെ എടുക്കരുതെന്ന് പറഞ്ഞ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യമായതുകൊണ്ട് നമ്മൾ അങ്ങനെ എല്ലാ വസ്തുക്കളും എഴുതിയതിനും മാർക്ക് തരികയാണ്. എന്നാൽ ഇതിൻ്റെ ശരിയായ ഉത്തരം വരുന്നത് വടിയാണ്. ചില പ്രിയപ്പെട്ടവർ മാത്രം വടിയെന്ന് എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 10:10. 9ാമത്തെ ചോദ്യം ഇതായിരുന്നു, ജ്ഞാനികൾ യേശുവിനെ കാണുവാൻ എവിടെയാണ് എത്തിയത്? ഉത്തരം ഇതാണ്. 2:1 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, യെരൂശലേമിൽ. അവിടെ എത്തിയെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുവിനെ കണ്ടത് വീട്ടിലാണ്. മത്തായിയുടെ സുവിശേഷം 2:11. അപ്പോൾ ആ 2 ഉത്തരവ് എഴുതിയതും ശരിയാണ്. 2 ഉത്തരവ് എഴുതിയവർക്കും മാർക്കുണ്ടായിരിക്കും. 10ാമത്തെ ചോദ്യം ഇതാണ്, 2 പേർക്ക് ലഭിക്കുന്ന ഒരേ കാര്യം എന്താണ്? ആർക്കൊക്കെയാണ്? ലഭിച്ച കാര്യമല്ല, ലഭിക്കുന്ന കാര്യമാണ്. പല പ്രിയപ്പെട്ടവരും
കാഴ്ച ലഭിച്ചു എന്നുള്ള എഴുതിയിട്ടുണ്ട്. എന്നാൽ ലഭിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. ആത്മാവിൽ ദരിദ്രരായവർക്കും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർക്കുമാണ് സ്വർഗരാജ്യം ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. 5:3, 5:10 ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചോദ്യങ്ങൾക്ക് ആരൊക്കെയാണ് ഉത്തരം അയച്ചതെന്ന് നോക്കാം. അതിനുശേഷം ശരി ഉത്തരം അയച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരങ്ങൾ അയച്ചത്. ഇനി വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ആശ, സിസ്റ്റർ അനു ജോർജ്, സിസ്റ്റർ ഡോറ സ്റ്റീഫൻ, സിസ്റ്റർ ദിയ ഷോമോൻ, സിസ്റ്റർ സുമ പ്രദീപ്, സിസ്റ്റർ ബീന ജോസഫ്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരും ഉത്സാഹത്തോടുകൂടി തന്നെ പങ്കെടുക്കുക. നാളത്തെ വിജയികൾ നിങ്ങളാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവവചനം മറ്റൊരാളിലേക്ക് എത്തുവാൻ തക്കോണം ഈ വീഡിയോ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുക. ആദ്യം ഉത്തരം അയക്കുന്ന 10 പേരെയാണ് നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിനായിട്ട് എല്ലാവരും ഉത്സാഹിക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.